സാധനം ടേസ്റ്റ് ചെയ്ത് നോക്കാം. സ്റ്റോപ്പ് ദാറ്റ്സ് ദേർ. നത്തിങ്. തീർന്നു, വെടി തീർന്നു, കഴിഞ്ഞു. നമ്മൾ എന്തുകൊണ്ടാണ് സെക്യൂരിറ്റികൾ തടഞ്ഞിരിക്കുന്നത് ഇപ്പോൾ? വിൻസിന് ആ കുട്ടിയെ ക്രഷ് അടിച്ചു എന്നാണ് വിൻസ് പറയുന്നത്. എന്താവെന്നറിയില്ല. ആ കുട്ടി അവിടെ ഉണ്ട്, ആ കുട്ടി അവിടെ ഉണ്ട്. പോലൊന്നും അല്ല, ഇവിടെ ഇതൊക്കെ കണ്ടെടുത്ത് ചാടിക്കഴിഞ്ഞാൽ അവർ നല്ല വള്ള ഈത്ത വിളിക്കും. Thank you, man. Thank you so much, brother. Have a nice vlog. Thank you. And vacation. ഹലോ നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ഇറ്റലിയിലാണ്. നമ്മുടെ ഷിപ്പ് ക്രൂസിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു മെഡിറ്ററേനിയൻ ക്രൂസിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പം ഇറ്റലിയിലാണുള്ളത്. അപ്പം ഇവിടെയും നമ്മൾ കഴിഞ്ഞ തവണ ഇതിൽ കണ്ടപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ഒരു ഫുൾ സിറ്റി കാണിച്ചു തരാം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ള ഈ ഒരു ഇറ്റലിയിലെ ഒരു സിറ്റിയുടെ പേരാണ് കാഗ്ലിയറി. സർഡീനിയ എന്ന് പറയുന്ന ഇറ്റലിയിലുള്ള ഈ ഒരു ഐലൻഡിൻ്റെ ക്യാപിറ്റലാണ് നമ്മൾ വന്നിരിക്കുന്ന ഈ ഒരു കാഗ്ലിയറി എന്ന് പറയുന്ന ഈ ഒരു സ്പേസ്. നല്ല വൃത്തിയുള്ള മരങ്ങളും മറ്റു കാര്യങ്ങളും ഉള്ള നല്ല ക്ലീൻ സിറ്റി. ഇന്നത്തെ എൻ്റെ ഒരു ഇറ്റലി വ്ളോഗിൽ എൻ്റെ കൂടെ മൊത്തം 4 പേരുണ്ട്. അതിൽ 2 പേരാണ് വൈഭവും കീർത്തിയും, പിന്നെ നമ്മുടെ സ്വന്തം വിൻസും സച്ചിനും. അതെ, ഈ സ്ഥലത്തിൻ്റെ പേര് അതല്ലേ, ഇതാണ് കാഗ്ലിയറി. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു മണ്ണാണ് കാഗ്ലിയറി. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മണ്ണാണ്. അതെ, നമുക്ക് തൽക്കാലം അത് വിളിച്ചെണ്ണിപ്പിക്കേണ്ട, അതൊരുപാട് അന്വേഷിച്ച് പോകാനുണ്ട്. ഒരു ഫുഡ് സ്ട്രീറ്റ് ആണ്. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല ഈ സൈഡിൽ കാണുന്നത് ഫുൾ റെസ്റ്റോറൻറ്റ്സ് ആണ്. അത്യാവശ്യം നല്ല റെസ്റ്റോറൻറ്റ്സ് ആണ്. ഇവിടുത്തെ ഇറ്റാലിയൻ സ്പെഷ്യൽസ്, അതോടൊപ്പം തന്നെ ബാക്കിയുള്ള കുറേ ഇവിടുത്തെ സ്പെഷ്യൽ ഡ്രിങ്ക്സ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്ന ഒരു ലോഞ്ച് പോലെ അത്യാവശ്യം കുറേ ആൾക്കാരിരുന്ന് ഫുഡും മറ്റു കാര്യങ്ങളെല്ലാം കഴിക്കുന്നുണ്ട്. നമ്മുടെ ക്രൂസിൽ നിന്ന് ഒരുപാട് പേരുണ്ട് കേട്ടോ. നമ്മുടെ പ്രിയാൻ്റെ ക്രൂസിൽ നിന്ന് ഒരുപാട് പേരുണ്ട്. അതെ, നമ്മുടെ പ്രിയങ്കരനായ വിൻസ് അവിടെ ഒരു പെൺകുട്ടിയെ കണ്ടു. ആ കുട്ടിയോട് ഒന്ന് വീണ്ടും സംസാരിക്കാൻ വേണ്ടി അങ്ങോട്ട് കടന്നു പോവുകയാണ് വിൻസിന്. ആ കുട്ടിയെ ക്രഷ് അടിച്ചു എന്നാണ് വിൻസ് പറയുന്നത്. എന്താവെന്നറിയില്ല. ആ കുട്ടി അവിടെ ഉണ്ട്, ആ കുട്ടി അവിടെ ഉണ്ട്. ഞാൻ കുട്ടിയെ സ്പോട്ട് ചെയ്തു. കുട്ടി അകത്തുണ്ട്. കുട്ടിയോട് സംസാരിച്ചിട്ടേ പോകുന്നുള്ളൂ. അതെ, റെസ്റ്റോറൻറ്റ് എന്താണെന്ന് ചോദിക്കാൻ വേണ്ടിയാണല്ലോ, നമുക്ക് കുട്ടിയോട് സംസാരിക്കാൻ വേണ്ടിയൊന്നുമല്ല. ദാഹിക്കുന്നു ബിയർ. അപ്പോൾ ആ കുട്ടിയെ കണ്ടപ്പോഴാണ് വിൻസിന് ഇവിടെ ചവിട്ടാൻ തോന്നിയത്. ദാഹമാണ് പ്രശ്നം. Yes bro. Yes, what's your name bro? I'm Jay. How are you? Good. I'm good, yeah. And just tell us about how this place is. How good this place is. Italy. It's good. Yeah. You're in Sardinia. It's a paradise. These highlands are paradise. Welcome to Sardinia, guys. Sardinia? Yeah. So we heard it about like the place name is Cagliari or something. The best of Sardinia is in the north. All these are paradise, but Cagliari too is good. Good. Yeah. Okay, sure. We are just from the cruise. We are just visiting all these places. Okay, perfect. Thank you. Bye. അപ്പോൾ വിൻസ് ആ കുട്ടിയെ കണ്ടുമുട്ടി. ആ കുട്ടിയുടെ പുറകെയാണ് വിൻസ്. കുട്ടിയെ കൂടെ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെ, പിസയും ബിയർ പഠിക്കുക എന്നാണ് വിൻസ് പറയുന്നത്. ഒരുപാട് ഇഷ്ടപ്പെട്ടെങ്കിലും അവിടുത്തെ പിസയുടെയും ഇതിൻ്റെ പൈസ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. ബർഗറിന് ആൽക്കഹോൾ കണ്ടന്റ് കുറവായതുകൊണ്ട് നമുക്ക് അത് വേണ്ട എന്നാണ്. നോക്കി വന്നപ്പോൾ ഇവിടെ ഒരു കബാബിൻ്റെ ഷോപ്പ് കണ്ടു. ഷവർമ്മ മറ്റു സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ വിൻസ് പറഞ്ഞൊന്ന് കയറി നോക്കാം, ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. വിൻസ് കയറി നോക്ക്. അപ്പോൾ എന്തായാലും അങ്ങനെ കയറി ചെന്ന് നമ്മുടെ അലിക്കൊച്ചാടിനെ, പാകിസ്ഥാനിലുള്ള അലിക്കൊച്ചാടിനെ പരിചയപ്പെട്ടു. പുള്ളി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഷവർമ്മ കഴിക്കാൻ തീരുമാനത്തിലായി. നല്ല സ്പൈസി ഷവർമ്മ. അപ്പം അവിടുത്തെ ഇത്രയും വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ കണ്ടപ്പം ഒന്ന് ഓർഡർ ചെയ്തു. ഇറ്റാലിയൻ നാട്ടിൽ വന്നാൽ ബിയർ കുടിക്കണമെന്നാണ് വിൻസ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഇറ്റാലിയൻ ബിയർ തന്നെ അടിക്കണം. ഷൺമുഖ, അത് ഇച്ചിനുസ. അതെ, ആ പുള്ളിയും കണ്ടില്ല. അപ്പോൾ കാത്തിരിപ്പിന് വിരാമമായി നമ്മുടെ ഷവർമ്മ വന്നിരിക്കുകയാണ്. ഷവർമ്മ അല്ലേ, മുതുക്ക് ഷവർമ്മ എന്നാണ് ഇതിനെ അവകാശപ്പെടുന്നത്. വിൻസിൻ്റെ മുഖത്തിനേക്കാൾ വലുത്. വിൻസിൻ്റെ 2 അടി ഷവർമ്മ നമുക്ക് തന്നെ കഴിച്ചു നോക്കാം. മീൻസ് എന്താണ് ഷവർമ്മയുടെ അഭിപ്രായം? എങ്ങനെയുണ്ട്? ആദ്യ കടിയിലുള്ള ഒരു ഇറ്റാലിയൻ ടച്ച് കിട്ടുന്നുണ്ട്. ചശൻജി എന്താണ് അഭിപ്രായം? കൊള്ളാല്ലേ?
ബിയർ വൈൽഡ് വെറൈറ്റി സോസസ് നമ്മുടെ Wild? നാട്ടിൽ കിട്ടാത്ത സോസുകളുണ്ട്. ഉണ്ടല്ലേ? മയോണൈസ്, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടല്ലേ? ഫ്രഞ്ച് ഫ്രൈസ്, ജലപ്പിനോസ് എല്ലാം ഒരു പിശുക്കില്ലായിട്ടുണ്ട്. എല്ലാം ഇത് ആവശ്യമാണ്. അതെ. എങ്ങനെയുണ്ട് രതീഷ്? എന്താ രതീഷിൻ്റെ അഭിപ്രായം? അഭിപ്രായം പറയാൻ പറ്റുള്ള നല്ല ടേസ്റ്റുള്ള ഫുഡ് തിന്നുകയാണ്. സാധനം ഒന്നിനൊന്ന് മെച്ചമാണെന്നാണ് അഭിപ്രായം. എൻ്റെ അഭിപ്രായം തന്നെ. അത്യാവശ്യം നല്ല സോസി, നല്ല ബ്രെഡെല്ലാം അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. കണ്ട് നമ്മൾ പിസ്സ കഴിക്കാൻ പോയിരുന്നെങ്കിൽ എന്തായാലും വള്ളാണ് നഷ്ടപ്പെട്ടത്. നഷ്ടപൈസ ആണ്. ഇതിപ്പം അതിൻ്റെ പകുതി പൈസയ്ക്ക് നല്ലൊരു ഷവർമ കഴിക്കാൻ പറ്റി അല്ലേ? വിൻസിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ സ്പൈസിയാണ് പറഞ്ഞത്. അവന്മാർ അവരോട് നല്ലപോലെ നീതി പുലർത്തിയിട്ടുണ്ട്. നല്ല സ്പൈസിയാണ് അല്ലേ? നല്ല സ്പൈസി അല്ലേ? അതെ. എനിക്കൊന്ന് നെയ്മുളക് ഇട്ടിട്ടുണ്ടല്ലേ? നെയ്മുളകിനെ പറ്റിയുള്ള അഭിപ്രായം. നെയ്മുളക് ഇട്ടിട്ടുണ്ടോ? നെയ്മുളകോ? നെയ്മുളക് എന്ന് പറയുമ്പോൾ നല്ല മുളക്, നെയ്മുളക് എന്ന് പറയും. നല്ല എരിയുണ്ട്, പക്ഷെ സാധനം കൊള്ളാം അല്ലേ? ആ വിലയ്ക്കുള്ളൊരു മുതലുണ്ട് നല്ലപോലെ. എന്തായാലും ആ പുറകെ വയ്ക്കുന്ന ഹിന്ദി കൊച്ചാടനാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. ഹിന്ദി കൊച്ചാടന് നന്ദി. പോരാട്ടമായിരുന്നു. വിൻസേ, പോരാട്ടത്തെ പറ്റി എന്താ പറയാനുള്ളത്? അല്ല, ഒരാൾക്ക് കഴിക്കാനുള്ളതാണോ 2 പേർക്ക് കഴിക്കാനുള്ള സാധനം ഉണ്ടോ? എന്താ സച്ചിൻജിയുടെ അഭിപ്രായം എന്താ? കഴിച്ചു കഴിഞ്ഞപ്പോൾ ശ്വാസം വിടാൻ പറ്റുന്നുണ്ടോ? ചെസ്സാണോ? നല്ല വിശപ്പുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ്. അതെ, നല്ല വെർത്താണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇതല്ലേ? ഇറ്റ്സ് ടു വെർത്തി. കന്നം സാൻ അല്ലേ? കന്നം സാൻ. നമ്മുടെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു ഇതല്ലേ സ്കൂൾ വിട്ടിരിക്കുകയാണ്. നമ്മുടെ സ്കൂളിൽ വിടുമ്പോൾ എന്ത് പിള്ളേർ മണിയടിക്കും ഇറങ്ങി ഓടി പോകുന്നതല്ല, വളരെ അച്ചടക്കത്തോടെയാണ് കുട്ടികൾ പോകുന്നത് അല്ലേ വിൻസേ? അല്ലേ? പഠിക്കാൻ വിട്ട കാലത്ത് നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ് എൻ്റെ ഫ്രണ്ട് ഭീമയെ വഴി വെച്ച് കണ്ടിരിക്കുക. ഞങ്ങൾ അയോണ തൊട്ട് സുഹൃത്തുക്കളാണ്. ഭീമ, ഹൗസ് ഇറ്റലി? ഗുഡ്. പക്ഷേ ഇവിടെ അധികം സ്ഥലങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഷിപ്പ് ഇപ്പം ഈ അടുത്തിരിപ്പിക്കുന്ന പോർട്ടിൽ അധികം നല്ല സ്ഥലങ്ങളില്ല. ഈ ഒരു സിറ്റി, ഒരു ടൗൺ പോലത്തെ സ്ഥലങ്ങളേ ഉള്ളൂ. അല്ലാതെ കാണാൻ ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ മാക്സിമം കണ്ട് നോക്കിയപ്പം നല്ല ഭംഗിയുള്ള സിറ്റി തന്നെയാണ്. ഒരുപാട് നല്ല ഭംഗിയുള്ള സിറ്റിയാണ്. പിന്നെ നമ്മൾ മെയിനായിട്ട് ഫുഡ് കഴിക്കാനാണ് ഇറങ്ങിയത്. അപ്പോൾ ഫുഡ് കഴിച്ചു. മീൻസ് നമ്മുടെ നാട്ടിലെ പോലെ ആണോ? ഇവിടെ സീബ്ര ക്രോസിംഗ് വഴി റെഡിലൂടെ ചാടിയാൽ നല്ല തെറി വിളിക്കും. നല്ല തെറി വിളിക്കും. അവിടെ തെറി വിളിക്കുന്നത് ഹോണിലൂടെയാണ്. അവിടെ വാ കൊണ്ട് വിളിച്ചാലും ഇവിടെ ഹോണടിയിലൂടെയാണ് നമുക്ക്. എന്തായാലും നമുക്കത് അറിയാത്തതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പോലൊന്നും അല്ല. ഇവിടെ ഇതൊക്കെ കണ്ടെടുത്ത് ചാടിക്കഴിഞ്ഞാൽ അവർ നല്ല വല്ല ഈത്ത വിളിക്കും. എന്താണ് വിൻസ ഇറ്റലിയെ പറ്റിയുള്ള അഭിപ്രായം? ശാന്തവും സുന്ദരവും സമാധാനമായ ഒരു രാജ്യം. അതെ. ആ രാജ്യത്തിന്റെ ഒരു മുഖോളിൽ ഞങ്ങൾ ഇതാ ഇവിടെ ഊണും കഴിച്ച് ഉച്ചയ്ക്ക് ഷവർമ കഴിച്ചിട്ടില്ല. ഷവർമ കഴിച്ച ഈ നട്ട വെയിലത്ത് ഒരു പണിയില്ലാതെ ഇറങ്ങി നടക്കുന്നു. ഇവിടെ നോക്കിയാൽ നമുക്ക് നമ്മുടെ ഷിപ്പ് കാണാൻ പറയുന്നുണ്ട്. ആ കിടക്കുന്നതാണ് എന്താ കണ്ടോ? ആ കിടക്കുന്നതാണ് നമ്മുടെ ഷിപ്പ്. നമ്മുടെ കപ്പൽ. വിൻസ, എന്താണ് നമ്മുടെ കപ്പലിനെ കാണുമ്പോൾ ഇവിടുന്ന് തോന്നുന്നത്? പുറമേ കാണുമ്പോൾ നല്ല സുഖ. അതെ, അകത്തി എന്നാലോ സ്വർഗം. നമ്മൾ നമ്മുടെ ഷിപ്പിലേക്ക് പോവാണ്. ഇതാണ് ടെർമിനൽ പോർട്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇനി എൻ്റർ ചെയ്ത് നമ്മൾ ഷട്ടിൽ ബസ്സിൽ കയറി നമ്മൾ നമ്മുടെ ഷിപ്പിലേക്ക് എത്തും. നമ്മളെ സെക്യൂരിറ്റികൾ തടഞ്ഞിരിക്കുകയാണ്. നമ്മൾ എന്തുകൊണ്ടാണ് സെക്യൂരിറ്റികൾ തടഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ ഇതിന്റെ മോന്ത കണ്ടറിയാം കള്ളനാണ്. പരസ്പരം പഴിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ സുഹൃത്തുക്കൾ. നേർ അതാണ് ഇറ്റാലിയൻ പോലീസിനുമായി നേർക്ക് നിന്ന് ശശി. വിൻസ് പോരാടുകയാണ്. അറിയില്ല, സമരമുറകളിലേക്ക് പോകുമെന്നാണ് വിൻസ് അറിയിച്ചിട്ടുള്ളത്. ഇറ്റാലിയൻ പോലീസ് കാണാൻ കിടക്കുന്നുള്ളൂ. നമ്മൾ ഒരുപാട് പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അനുഭവം അല്ലേ? അതെ, ഇറ്റലിയിൽ ആദ്യമായിട്ടാണ്. ഇത് ഹെഡ് ഓഫീസിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതെ, നോർവേയിൽ നമ്മൾ നോർവേ ഉൾപ്പെടെ പല രാജ്യങ്ങൾ പോയിട്ടും നമുക്ക് ഇങ്ങനെ ഒരു തടസ്സം ഉണ്ടായിട്ടില്ല. എസ്പെഷ്യലി ഇതേപോലെയുള്ള നമ്മുടെ പാവപ്പെട്ട പാസഞ്ചേഴ്സാണ്. നമ്മുടെ താങ്ങുന്നതുമായിരിക്കുന്ന നമ്മുടെ പാസഞ്ചേഴ്സിന് വേണ്ടി നമ്മൾ ഉച്ചത്തിൽ പ്രതികരിക്കണം അല്ലേ? പ്രതികരിക്കണം. What do you want to say about this? The police who have stopped us there. തീർന്നു, വെടി തീർന്നു, കഴിഞ്ഞു. കറക്കം എല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഷിപ്പായിട്ടുള്ള ബ്രിട്ടാനിയയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇറ്റലി സ്റ്റോറീസ് ആർ എൻഡിങ് ഹിയർ. ആ ക്രൂസ് പോർട്ടിൽ നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ഡ്യൂട്ടി ഫ്രീ കാണും.
അവിടുത്തെ ഡ്യൂട്ടി ഫ്രീ. അപ്പോൾ നമുക്ക് ആ പോർട്ടിൽ ഇതിപ്പോൾ ഇറ്റലി ആയതുകൊണ്ട് ഇറ്റലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങൾ, അവിടുത്തെ സോവനിയേഴ്സ്, അതുപോലത്തെ അവിടുത്തെ ബിയേഴ്സ് കാര്യങ്ങൾ എല്ലാം സെയിൽ വെക്കുന്നത്. ഇവിടുത്തെ സ്പെഷ്യൽ ഉണ്ടോ, ഇവിടുത്തെ കുറേ സ്പെഷ്യലായിട്ടുള്ള സംഭവങ്ങൾ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവും. നമുക്ക് നമ്മുടെ സാധനങ്ങൾ, ഇവിടുത്തെ ഹാൻഡ് ക്രാഫ്റ്റ്സ് മെയ്ഡ് സാധനങ്ങൾ, ഹാൻഡിക്രാഫ്റ്റ്സ്, അതുപോലത്തെ ഇവിടുത്തെ സ്പെഷ്യൽ ഇവിടുത്തെ ഒരു ജാമ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ എല്ലാ പോർട്ടിലും നമ്മൾ ഇറങ്ങുമ്പോൾ അവിടുത്തെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽസ് കാണും, ഡ്യൂട്ടി ഫ്രീ സ്പെഷ്യൽസ് ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ നമ്മളിന്ന് കണ്ട ഒരു വ്യത്യസ്തമായി നമ്മൾ കണ്ട ഒരു ഇതാണ് ഇവിടുത്തെ ഇറ്റാലിയൻ വിസ്കി. ഹേ ഹലോ. അപ്പോൾ ഇവിടുത്തെ ടേസ്റ്റിംഗ് ആണ്, ലിക്കർ ടേസ്റ്റിംഗ് ആണ്. Everything is local. Made in Sardinia. In this island. So let me taste one of them. You like lemon? Limon. We like limon. Except lemon, whatever is it. This one is more with more sugar. Or lemon cello. Okay. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഓരോ പോർട്ടിൽ നമ്മൾ ഇറങ്ങുമ്പോൾ അവിടുത്തെ എന്തെങ്കിലും സ്പെഷ്യൽസ് ഉണ്ടാവും. അപ്പം ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് ഇവിടുത്തെ വൈൻ അല്ലേ? വൈൻ ഇസ് ഇറ്റ് വൈൻ? ലിക്കർ. ഓ ലൈറ്റ് ഇവിടുത്തെ ലെമൺ ലിക്കറാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ട്രയൽ ചെയ്യുകയാണ്. ട്രൈ ചെയ്യാം. താങ്ക് യു ബ്രദർ. യാ, സാധനം ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം. It's smooth, man. No, it's good, right? Yeah, it's ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് ഗുഡ്. സ്മൂത്ത്, നല്ല സ്മൂത്താണ്. പക്ഷെ അന്നനാളെ മൊത്തം കത്തിപ്പോയി. താങ്ക് യു. Thank you, man. താങ്ക് യു സോ മച്ച് ബ്രദർ. Have a nice vlog താങ്ക് യു. and vacation. ലിമൂൺ എങ്ങനെയുണ്ട്? ലിമൂൺ lemon cello. കത്തി നല്ല ഒരു lemon ginger, lemon and ginger. ഒരു പ്രത്യേക ഫ്ലേവർ നമ്മുടെ കൊള്ളാം. അത്യാവശ്യം ജിഞ്ചർ അതെ 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 ജിഞ്ചർ സോഡ Ginger flavor. നല്ലപോലെ ഇറങ്ങിപ്പോയി. പക്ഷെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അന്നോളം കത്തി. ലേശം വെള്ളമായിരുന്നു അല്ലേ? ലേശം വെള്ളമായിരുന്നു. ലേശം വെള്ളമായിരുന്നു. മധുരമുണ്ട്. കൊള്ളാം. സ്മൂത്താടാ. അപ്പോൾ നമ്മുടെ ഇറ്റലി സീരീസ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കപ്പലിലേക്ക് കയറുകയാണ്. നമ്മുടെ കപ്പലായിട്ട് കൊടുക്കും. അതെ, ഇതാണ് നമ്മുടെ ഷിപ്പ്. നമുക്ക് അങ്ങോട്ട് കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് കാണിക്കാം. അപ്പോൾ ഇന്ന് എൻ്റെ വ്ളോഗിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മഹത് വ്യക്തികളിൽ ഒന്ന് സച്ചിൻ വീണ്ടും ബാർ വിൻസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷിപ്പ്. നല്ലപോലെ ഒന്ന് കാണിച്ചു തരാം. അല്ലെ, ബാറിൽ പണിയെടുക്കാട്ടോ, അല്ലേ? മൊത്തം നേരം വെള്ളത്തിലല്ല. ഇതാണ് നമ്മുടെ ഷിപ്പ്. നമ്മുടെ ബ്രിട്ടാനിയ ക്രൂസ് ആണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു കയറുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത ഇനിയും ഒരുപാട് രാജ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. ഡെൻമാർക്ക്, ഇനി അടുത്ത നോർവേ വരുന്നുണ്ടല്ലേ? നോർവേ അപ്പോൾ നമുക്കിനി ഡെൻമാർക്ക് വരുന്നുണ്ട്, സ്വീഡൻ വരുന്നുണ്ട്, ഫിൻലാൻഡ് വരുന്നുണ്ട്, നോർവേ ക്രൂസ് വരുന്നുണ്ട്. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തായാലും പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലേ വിൻസേ? അപ്പോൾ എന്തൊക്കെ ചെയ്യണം? പിന്നല്ല, കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതിമനോഹരം. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ എന്ത് ചെയ്യണം? ബെൽ ബട്ടൺ ഇടിച്ച് പൊളിക്കണം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യാം. അതെ, ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത രാജ്യത്ത് കാണാം. ബൈ. കീപ് സ്മൈലിംഗ്, അല്ലേ? തിരിച്ച ഇല്ല, ഞങ്ങൾ ഷൈൻ്റെ ആൾക്കാരാണ്.